Okay, good morning, children. Okay, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. Okay. ഫസ്റ്റ് പാഠം ഏതായിരുന്നു നമ്മൾ പഠിച്ചത്? ഏതാ മക്കളെ പഠിച്ചത്? ഏതാ? അബുൻ. അല്ലേ? അബു മീൻസ് father. അബുൻ. നെക്സ്റ്റ് ഇബ്നുൻ. അല്ലേ? ഈ പഠിച്ചു, ഇബ്നുൻ പഠിച്ചു. പിന്നെ ഏതാ പഠിച്ചേ? ഉമ്മുൻ. ഉമ്മുൻ പഠിച്ചു, ഊ പഠിച്ചു. പിന്നെ ഏതാ പഠിച്ചേ? ആഹാ നോക്കൂ മാനത്ത്. ആരാ നിന്ന് ചിരിക്കുന്നേ? ബദറുൻ നിന്ന് ചിരിക്കുന്നു. ബദറുൻ പഠിച്ചു, ബാ പഠിച്ചു. പിന്നെ നമ്മള് വേറെ ആരെയോ പഠിച്ചല്ലോ. ആരാ ഇത്? തൈസുൻ. താ പഠിച്ചു അല്ലേ? നെക്സ്റ്റ് പോക്കറ്റിന് എന്താ പറയാ അറബിയില്? പോക്കറ്റിന്റെ അറബിക് നെയിം എന്താ മക്കളെ? ജൈബുൻ. വെരി ഗുഡ്. ജൈബുൻ പഠിച്ചു അല്ലേ? ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പുതിയ പാഠം കണ്ടോ? എന്താ ഇത്? ബക്കറ്റ്. ബക്കറ്റ് കണ്ടിട്ടുണ്ടോ എല്ലാവരും? എല്ലാവരും വീട്ടിലും ബക്കറ്റ് ഉണ്ടോ? ഉണ്ടല്ലേ? ബക്കറ്റ് എന്തിനാ യൂസ് ചെയ്യുന്നേ? എന്തിനൊക്കെയാ ബക്കറ്റ്? തുണി അലക്കാൻ യൂസ് ചെയ്യും. പിന്നെയോ കുളിക്കാൻ നമ്മള് വെള്ളം പിടിച്ചു വെക്കും അല്ലേ? ബക്കറ്റിനകത്തല്ലേ കപ്പ് കൊണ്ട് കോരി കുളിക്കുന്നേ അല്ലേ? നമ്മുടെ എല്ലാവരും വീട്ടിൽ എന്തുണ്ട്? ബക്കറ്റ് ഉണ്ട് അല്ലേ? ബക്കറ്റിന്റെ അറബിക് നെയിം എന്താണെന്ന് സൂക്ഷിച്ചു കേട്ടോ എല്ലാരും. ശ്രദ്ധിച്ചു കേട്ടോളൂ. ബക്കറ്റിന്റെ അറബിക് നെയിം ദൽവുൻ. എന്താ? ദൽവുൻ. all of you say ദൽവുൻ. ദൽവുൻ. മിസ്സിനെ ശ്രദ്ധിക്കുന്നില്ലല്ലോ. ഇന്ന് ആർക്കും ഒരു ഉഷാറില്ലല്ലോ. എന്താ ബക്കറ്റിന്റെ അറബിക് നെയിം? ദൽവുൻ. എന്താ മക്കളെ? ദൽവുൻ. ദൽവുൻ. സൗണ്ട് മിസ്സിന് കേൾക്കുന്നില്ല. ഒന്ന് ഒച്ചത്തിൽ വായിച്ചേ. ബക്കറ്റിന്റെ അറബിക് നെയിം എന്താ? ദൽവുൻ. ദൽവുൻ. ഇനി ആ പിങ്ക് കളറിൽ പിങ്ക് ബോക്സിനകത്ത് വൈറ്റ് കളർ കൊടുത്തിരിക്കുന്ന അക്ഷരം ദാൽ. എന്താ മക്കളെ? ദാൽ. ഇവിടെ കളർ കൊടുക്കാൻ കൊടുത്തിട്ട് കണ്ടോ? ദ ദി ദു. ദ ദി ദു. ദൽവുൻ. ബക്കറ്റിന്റെ അറബിക് നെയിം എന്താ? ദൽവുൻ. ദൽവുൻ. ദൽവുൻ കണ്ടു. ദാ കണ്ടു. ദൽവുൻ കണ്ടു. എല്ലാരും വീട്ടിലും ബക്കറ്റ് ഇല്ലേ? ഇന്ന് എന്ത് ചെയ്യണം എന്നറിയോ? നിങ്ങൾ ബാത്റൂമിനകത്ത് കുളിക്കാൻ കയറുന്ന സമയത്ത് ബക്കറ്റ് തൊട്ടിട്ട് അമ്മനോടോ അച്ഛനോടോ അമ്മമ്മനോടോ ആരാ ഉള്ളതെന്ന് വെച്ചാൽ അവരോട് പറയണം, ബക്കറ്റിന്റെ അറബിക് നെയിം അറിയോ നിങ്ങൾക്ക്? ഇന്ന് എന്നെ മിസ് പഠിപ്പിച്ച പാഠം ഇതാണ്. എന്താ അറബിക് നെയിം ബക്കറ്റിന്റെ? ദൽവുൻ. Don't forget. ദൽവുൻ. ദൽവുൻ. മറക്കരുത്. എന്താ പറയാ? ദൽവുൻ. 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 എന്താ മക്കളെ? ദൽവുൻ. ബക്കറ്റിന്റെ അറബിക് നെയിം എന്താ? ദൽവുൻ. ദൽവുൻ കണ്ടു. ദാ കണ്ടു. എന്താ? ദൽവുൻ കണ്ടു. ദാ കണ്ടു. ദൽവിന്റെ പാടെടുത്തേ എല്ലാവരും. എല്ലാവരും ദൽവിന്റെ പാടെടുത്തേ. എടുത്തോ? നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? നിങ്ങളുടെ അറബിക് നോട്ടിനകത്ത് ദൽവിന്റെ പിക്ചർ വരച്ചിട്ട്, ദൽവിന്റെ ചിത്രം വരച്ചിട്ട് കളർ കൊടുത്തിട്ട് മിസ്സിന് അയച്ചു തരണം കേട്ടോ. റെഡി? ഓക്കെ അല്ലേ? ദൽവിന്റെ ചിത്രം വരച്ചിട്ട് എന്ത് ചെയ്യണം? കളർ കൊടുത്തിട്ട് മിസ്സിന് അയച്ചു തരണം.
ഏറ്റവും നന്നായിട്ട് ഡെൽവിൻ വരയ്ക്കുന്ന ആരാന്ന് നോക്കട്ടെ മിസ്. അമ്മനെ കൊണ്ട് അച്ഛനെ കൊണ്ട് വരപ്പിക്കാൻ പാടില്ല, ചേച്ചിനെ കൊണ്ട് വരപ്പിക്കാൻ പാടില്ല. ഒറ്റയ്ക്ക് ഈ ഡെൽവിൻ നോക്കിയിട്ട് അതുപോലെ വരച്ചിട്ട് കളർ കൊടുത്തിട്ട് മിസ്സിന് അയച്ചു തരാം. ഓക്കേ, നോക്കട്ടെ എത്ര പേരാ മിസ്സിന് അയച്ചു തരുന്നേന്ന്. ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഡെൽവിന്റെ പിക്ചർ വരച്ചിട്ട് കളർ കൊടുത്തിട്ട് മിസ്സിന് അയച്ചു തരാം. ഓക്കേ, ഓക്കേ അല്ലേ? ആ, ഡെൽവിന്റെ പാഠം കണ്ടോ എല്ലാരും? കണ്ടോ? അതിന് നേരെ അടുത്ത പേജ് നോക്കൂ. അടുത്ത പേജ് കണ്ടോ? അവിടെ കുറെ കുത്തിട്ടിട്ട് കണ്ടോ? ഡോട്ട് ഡോട്ട് ഡോട്ട്. അത് കഴിഞ്ഞിട്ട് അവിടെ ബുന്നുണ്ട്. അവിടെ ആരെ ചിത്രം കൊടുത്തിട്ടില്ല നോക്കിയേ. ആദ്യത്തെ ചിത്രം ആരുതാ? അബുൻ. അവിടെ അബുന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്, ബുൻ എഴുതിയിട്ടുണ്ട്. അവിടെ ഏതോ ഒരക്ഷരം എഴുതണം. ഏതക്ഷരം മക്കളെ എഴുതേണ്ടത്? നമ്മൾ ആദ്യം പഠിച്ച അക്ഷരം ആ. അവിടെ എന്ത് എഴുതണം? ആ എഴുതണം. പെൻസിൽ വെച്ച് ആ എഴുതിയ മിസ് എഴുതി തരുന്നത് പോലെ. മിസ് എഴുതുന്ന പോലെ എഴുതണം. ആ, ബുൻ അവിടെ ഉണ്ട് അല്ലേ? ബുൻ അവിടെ ഉണ്ട്. ബുൻ നിങ്ങൾ എഴുതണ്ട. എന്ത് എഴുതണം? അബുൻ. എഴുതിയോ? അടുത്തത് അവിടെ എന്തിന്റെ ചിത്രം കാണുന്നേ? മൂൺ, ബദ്രുന്റെ ചിത്രം കാണുന്നുണ്ടല്ലേ? ആഹാ നോക്കൂ മാനത്തെ ബദറുൻ നിന്ന് ചിരിക്കുന്നു. അവിടെ ദൃന്നേ ഇല്ലു. അവിടെ നമ്മൾ എന്ത് കൂട്ടിച്ചേർക്കണം? ബ കൂട്ടിച്ചേർത്താൽ മാത്രമേ ബദ്രുന്ന് വായിക്കുള്ളൂ അല്ലേ? അവിടെ നമുക്ക് ബ എഴുതി കൊടുക്കാം. എങ്ങനെ ബ എഴുതുന്നേ? ബ. ബദ്രുന്ന് അവിടെ ഉണ്ട്, എന്നാലും മിസ് വെറുതെ എഴുതുവാണ്. ബദ്റുൻ. ഇത് നിങ്ങൾ എഴുതണ്ട, ഈ കുത്തിട്ടത് മാത്രമേ നിങ്ങൾ എഴുതണ്ടു കേട്ടോ. നെക്സ്റ്റ് പിക്ചർ ഏതാ? നെക്സ്റ്റ് ആരുടെ പിക്ചർ അവിടെ കാണുന്നേ? നോക്കിക്കേ ജിയ ഫാത്തിമ. അടുത്തത് ആരാ മോളെ? ബദ്റുൻ കഴിഞ്ഞാൽ താഴെ കൊടുത്തിരിക്കുന്ന ചിത്രം ആരുതാ? തൈസുൻ. തൈസുന്റെ ഇസുൻ അവിടെ ഉണ്ട്, നമ്മൾ കൂട്ടിച്ചേർക്കണം. എന്താ? ത. ത എങ്ങനെ എഴുതുന്നേ? നോക്കിക്കോ മിസ് എഴുതുന്നത്. മുകളില് 2 കുത്തിടണം കേട്ടോ. തൈസുൻ. താന്ന് മാത്രമേ അവിടെ എഴുതണ്ടോ കേട്ടാ. തൈസുന്നില്ല, ബാക്കിയുള്ളത് അവിടെ ഉണ്ട്.
തൈ Tyson. Okay. ഇത്ര എഴുതുന്നുണ്ടോ എന്റെ മക്കളെ? പാരന്റ്സ് ഒന്ന് ഹെൽപ്പ് ചെയ്യണേ, ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി. ഇപ്പുറം പിക്ചർ നോക്കിയിട്ട് അവരെ എഴുതേണ്ടതാണ്, എന്നാലും മിസ് ഇന്നൊന്ന് ഹെൽപ്പ് ചെയ്യാ വിചാരിച്ചിട്ടാ. നെക്സ്റ്റ് പോക്കറ്റ്. പോക്കറ്റിന് എന്താ അറബിയിൽ പറയുന്നേ? ഇപ്പുറം നോക്കൂ, ജൈബുൻ അല്ലേ? അവിടെ എന്താ എഴുതി കൊടുക്കാം? നമുക്ക് ജ എഴുതി കൊടുക്കാം. വരെ നേരെ ഇടുന്ന മക്കളെ. ജ ജൈബുൻ. ജാന്ന് മാത്രമേ ഇവിടെ എഴുതുണ്ടോ കേട്ടോ. ജൈബുൻ. ജൈബുൻ മീൻസ് പോക്കറ്റ്. നെക്സ്റ്റ് ഇന്ന് പഠിച്ച പാഠം നമ്മൾ എന്താ പഠിച്ച? ബക്കറ്റിന് എന്താ അറബിയിൽ പറയുന്ന മക്കളെ? ബക്കറ്റിന് എന്താ പറയുന്നേ? ദൽവുൻ. അവിടെ എന്താ എഴുതാം? ദാ ഇതുപോലെ എഴുതണം. ദാ ദാ ദൽ ദൽവുൻ. ഓക്കേ, കംപ്ലീറ്റ് ആയില്ലേ? ഫുൾ എഴുതി വെച്ചോ എന്റെ മക്കള്? എഴുതി വെച്ചോ? ഇനി മിസ്സിന് ഇത് വാട്സപ്പ് ചെയ്ത് തരണം കേട്ടോ. എഴുതിയത് കറക്റ്റ് എഴുതിയത്. ഓക്കേ, എല്ലാരും എഴുതിയില്ലേ? ആഹാ, മിടുക്കന്മാരും മിടുക്കളായല്ലോ. ഓക്കെ, ഇനി എന്തേലും ഡൗട്ട് ഉള്ളവര് ഇതിന്റെ പാഠം ഈ പിക്ചർ കാണുന്നുണ്ടല്ലോ, ആ പാഠം മറിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും കേട്ടോ. സൂപ്പർ, എല്ലാരും എഴുതിയത് മിസ് കാണുന്നുണ്ട് കേട്ടോ. ആഹാ, ഓക്കെ, അതാരാ ബുക്ക് തലയിച്ച് വെക്കുന്ന? ഉമർ ജാഫർ തിരിച്ചു വെക്കും മോനെ. ആ, വെരി ഗുഡ്. മിസ് വിചാരിച്ച് നിങ്ങൾക്കൊന്നും അറബി അറിയില്ല എന്നാണ്. അപ്പൊ മിസ്സിനെക്കാളും മിടുക്കന്മാരാന്ന് എല്ലാരും അല്ലേ? ഓക്കെ, ഇന്ന് നമ്മൾ പഠിച്ച പാഠം ഏതാ? ഇന്ന് നമ്മൾ പുതുതായിട്ട് പഠിച്ച പാഠം ഏതാ? ഏതാ മക്കളെ? ഏതാ ഇന്ന് പുതിയതായിട്ട് പഠിച്ച പാഠം? ഓക്കെ, ദൽവുൻ. ഏതാ പഠിച്ചത്? ദൽവുൻ. 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 ഓക്കെ, ദൽവുൻ. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാം എന്റെ മക്കളെ? ഫസ്റ്റ് മുതലുള്ള അക്ഷരങ്ങളെ
നോട്ടിനകത്ത് എഴുതി പഠിക്കണം. ഫസ്റ്റ് മിസ് ഏതാ പഠിപ്പിച്ചെന്ന്? അബുവിന്റെ പാഠത്തിൽ ആ പഠിപ്പിച്ചു, ഇബിനുന്റെ പാഠത്തിൽ ഈ പഠിപ്പിച്ചു, ഉമ്മുന്റെ പാഠത്തില് ഊ പഠിപ്പിച്ചു അല്ലെ? ആ എഴുതണം, ഈ എഴുതണം, ഊ എഴുതണം. പിന്നീട് നോട്ടില് അടുത്ത ആഴ്ച ആകുമ്പത്തേന് എഴുതിയാ മതി. എഴുതി പഠിക്ക. ആ ഇ ഉ. പിന്നെ ഏതാക്ഷരം നമ്മൾ പഠിച്ചത്? അറബിക് ആൽഫബറ്റ്സിലെ സെക്കൻഡ് ലെറ്റർ ബ. ബിന്റെ പാഠത്തിൽ നമ്മൾ ബദ്റുൻ പഠിച്ചു അല്ലേ? ഇനി ഏത് എഴുതാൻ പഠിക്കണം? ബ ബി ബു. ഓക്കേ അല്ലേ? പിന്നെ ഏതാക്ഷരം നമ്മൾ പഠിച്ചത്? ബാ കഴിഞ്ഞാല് അറബിക് ആൽഫബറ്റ്സിലെ തേർഡ് ലെറ്റർ ത. അപ്പം ത തി തു എഴുതാൻ പഠിക്കണം. ഓക്കേ. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? ജൈബുന്റെ പാഠത്തില് ജ പഠിച്ചു. ജൈബുൻ കണ്ടു, ജ കണ്ടു. അപ്പോ ജ ജി ജു. ഓക്കെ, പേഴ്സണൽ ആയിട്ട് അയച്ചോളൂ. നമ്പർ പറഞ്ഞു തരാം. ഇപ്പോ വാട്സപ്പ് നമ്പർ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തോളൂ. പിന്നെ നമ്മള് ദൽവൻ പഠിച്ചു. എന്തൊക്കെ എഴുതണം? ദ ദി ദു. ഓക്കെ, ദ ദി ദു. മിസ്സിന്റെ നമ്പർ ഒന്ന് നോട്ട് ചെയ്തോ? പാരന്റ്സ് ഉണ്ടെങ്കിൽ 9207878125. ഏഞ്ചൽ എന്നാ മോളെ ഇപ്പൊ വന്നേ? നയൻ 78788125. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ എന്ത് ചെയ്യണം? ആ ഇ ഉ എഴുതണം, ബാബി ബു എഴുതണം, താത്തി തു എഴുതണം, ജാജി ജു എഴുതണം, ദാദി ദു എഴുതണം. ഓക്കെ, ഇത്രയും അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം അല്ലേ? ഓക്കെ. എന്താ മോനെ? ഫസ്റ്റ് ആന്റെ പാഠത്തിൽ നമ്മൾ എന്താ പഠിച്ചത്? ഏത് വാക്കാ നമ്മൾ ആ കൊണ്ട് തുടങ്ങുന്ന ഏത് വാക്കാ നമ്മൾ പഠിച്ചത്? ആ അബുൻ. അബുന്റെ പാട്ട് ഓർമ്മയുണ്ടോ? ഏതാ അബുന്റെ പാട്ട്? ഏതാ? പുത്തനുടുപ്പും പുസ്തകവും കുടയും ബാഗും പേനകളും ഓറഞ്ച് ആപ്പിൾ മുന്തിരിയും വാങ്ങി തന്നത് ആരാണ്? ആരാ വാങ്ങി തന്നെ? അബുൻ. ഓക്കെ. നെക്സ്റ്റ് ഉമ്മുന്റെ പാട്ട് പാടിയേ. ഉമ്മുന്റെ നമ്മെ പോറ്റിയതാരാണ്? പാടിയുറക്കിയതാരാണ്? മുത്തം നൽകിയതാരാണ്? ഉമ്മുൻ. ഉമ്മുൻ അല്ലേ? ഓക്കേ. അപ്പൊ മിസ് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ എന്റെ മക്കൾക്ക്? ഓർമ്മയുണ്ടല്ലോ? എന്തൊക്കെ എഴുതാനാ മിസ് പറഞ്ഞേ? എന്തൊക്കെ എഴുതാനാ പറഞ്ഞേ? ആ ഈ ഊ പിന്നെയോ ബ ബി ബു. മിസ് എഴുതി കാണിച്ചു തരണോ?
എത്ര അക്ഷരം എഴുതേണ്ടത് മിസ് എഴുതി കാണിച്ചു തരാം. അലിഫ് എഴുതാൻ അറിയില്ല എന്റെ മക്കൾക്ക്. എങ്ങനെ അലിഫ് എഴുതുന്നേ? വളവും വേണ്ട ചെരിവും വേണ്ട മുകളിൽ നിന്നും താഴോട്ട്. മിസ് എഴുതുമ്പോ കുറച്ച് വളഞ്ഞുണ്ട് അല്ലേ? എന്റെ മക്കൾ എഴുതുമ്പോ വളക്കല്ലേ? ഓ ആ ഇ ഉ ആ ഇ ഉ. നെക്സ്റ്റ് ബദറിന്റെ പാഠത്തിൽ നമ്മൾ എന്ത് പഠിച്ചു? ബ ബ ബി ബു. നെക്സ്റ്റ് പിന്നെ ഏതാ പഠിച്ച മക്കളെ? തൈസിന്റെ പാഠത്തിൽ എന്ത് പഠിച്ചു? ത. താക്ക് എവിടെ എത്ര പുള്ളിയാണെന്ന് നോക്കണേ. താക്ക് എത്ര കുത്താണെന്ന് നോക്കണേ. എവിടെയാ ഇടുന്നതെന്ന് മിസ് നോക്കണേ. ത. ത ടി തു. ത തി തു. ഇനി അടുത്തത് ജ ചീജു. ജൈബുന്റെ പാഠത്തില് കുത്താണിത്. ജ ജി ജു. ജ ജി ജു. നെക്സ്റ്റ് ഇന്ന് പഠിച്ച പാഠത്തിലെ അക്ഷരം ഏതാ? ദൽവിന്റെ പാഠത്തിലെ ദ ദ ദി ദു. ഇത്രയും കാര്യമാണ് എന്റെ മക്കള് പഠിച്ചു വെക്കേണ്ടത്. നോട്ടിനകത്തും സ്ലേറ്റിനകത്തോ അറബി അക്ഷരങ്ങൾ ഇത്രയാണ് എഴുതി പഠിക്കേണ്ടത്. അലിഫ് ബ ത ജിമ് ദാല് ഈ അക്ഷരങ്ങൾ എന്ത് ചെയ്യണം? ചിഹ്നങ്ങൾ ചേർത്ത്. അലിഫിന് ചിഹ്നങ്ങൾ ചേർത്ത് ആ ഇ ഉ. ബഇന് ചിഹ്നങ്ങൾ ചേർത്ത് ബ ബി ബു. താഇന് ചേർത്ത് ത തി തു. ജീമിന് ചേർത്ത് ജ ജി ജു. ദാലിന് ചേർത്ത് ദ ദി ദു. ഇത്രയും അക്ഷരങ്ങൾ എന്റെ മക്കൾ നന്നായിട്ട് പഠിക്കണം. ഓക്കെ മിസ് പിന്നെ ഒരു കാര്യം പറഞ്ഞല്ലോ. ദൽവൻ വരച്ചിട്ട് എന്ത് ചെയ്യണം? ദൽവൻ വരച്ചിട്ട് എന്ത് ചെയ്യണം? കളർ ചെയ്തിട്ട് മിസ്സിന് അയച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ?
മിസ്സിന്റെ വീട്ടിലുള്ള ദൽവിന്റെ മിസ് വരക്കാൻ പോവാണ്. മിസ്സിന്റെ വീട്ടിലെ ദൽവം കണ്ടോ എല്ലാരും? ഇനെന്ത് ചെയ്യണം? ഇതിനെന്ത് ചെയ്യണം? ഇതുപോലെ കളർ കൊടുത്തിട്ട് മിസ്സിന് അയച്ചു തരണം കേട്ടോ. നല്ല റെഡ് കളർ കൊടുത്തിട്ട് ഇതുപോലെ ബുക്കിനകത്ത് വരച്ചിട്ട് ക്രയോൺസ് വെച്ച് കളർ കൊടുക്കുക. ഓക്കേ, ഇതെന്ത് ചെയ്യണം? മിസ് വൃത്തിയിലൊന്നും വരച്ചിട്ടില്ല കേട്ടോ. മിസ്സിൻ്റെതൊക്കെ പുറത്തേക്കെല്ലാം പോയത്. എന്റെ മക്കൾ എന്ത് ചെയ്യണം? നന്നായിട്ട് വരച്ചിട്ട് അയച്ചു തരണം കേട്ടോ. ഓക്കെ, അപ്പോ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ എന്റെ മക്കൾക്ക്? എന്താ? ഇത്ര അക്ഷരങ്ങള് നന്നായിട്ട് നോട്ട് ബുക്കിനകത്ത് വൃത്തിയിൽ എഴുതിയിട്ട് മിസ്സിന് അയച്ചു തരാം. ഓക്കെ, ഏതൊക്കെയാ അയക്കേണ്ടെന്ന് ഓർമ്മയില്ലേ? ആ, ഈ, ഊ. ഇപ്പൊ മിസ് എഴുതി തന്ന കാര്യങ്ങള് നോട്ടിനകത്ത് ഓരോ വരി വിട്ടിട്ട് എഴുതണം എന്റെ മക്കള് കേട്ടോ. നോട്ട്ബുക്കിന്റെ ഓരോ വരി വിട്ടെഴുതണം, എന്നാലേ വൃത്തി ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ ഒന്നിനും മുട്ടിയിട്ട് കാണാൻ വൃത്തി ഉണ്ടാവൂല. ഫാത്തിമ ജാബിർ, വയ്യാറി ലൈറ്റ് മോളു, ലൈറ്റ് ആയി പോയോ? കുഴപ്പമില്ല, ലിങ്ക് നോക്കിയിട്ട് എല്ലാം പഠിക്കണം കേട്ടോ, അക്ഷരങ്ങൾ അറബിന്റെ. ഓക്കേ, നമ്മുടെ ടൈം തീരാറായി ഏകദേശം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്റെ മക്കൾക്ക്? മിസ്സിന്റെ നമ്പർ കിട്ടിയില്ലേ? വാട്സപ്പ് ചെയ്തിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ തീർക്കണേ. എന്താ ലുബാബ? എന്താ മോളെ? ലുബാബ ഇല്ല, ഒന്നും കൂടെ മിസ് പറയാം, പെട്ടെന്ന് നോട്ട് ചെയ്തോളൂ. 920 എഴുതിയോ? 78 വീണ്ടും 78 ഏത് മിസ്സേ? 125. ഓക്കെ, നന്നായിട്ട് എഴുതണം കേട്ടോ. ഒരു പേജിൽ നന്നായിട്ട് എഴുതുക. വേറൊരു പേജിൽ എന്ത് ചെയ്യാ? ദൽവിന്റെ പിക്ചർ വരച്ചിട്ട് കളർ കൊടുത്തിട്ട് മിസ്സിന് അയച്ചു തരാം. ഓക്കെ ഓക്കെ ഓക്കെ. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആദിഷ് എല്ലാം എഴുതുന്നില്ല മോനെ? ആദിഷ് എഴുതിയോ? ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനോട് ചോദിക്കണേ. ഓക്കെ, ആദിശ്രീ, ഇഷാനിന്റെ ഫേസ് കാണുന്നേ ഇല്ലല്ലോ ഇന്ന്. ഫോൺ വെച്ചത് കറക്റ്റ് ആയിട്ടില്ല മോളെ. തല മാത്രം എവിടുന്ന് എത്തി നോക്കുന്ന പോലിട്ട്. ആ, ഇപ്പൊ കണ്ടു.
ഹായ്. ഓക്കേ. അപ്പൊ ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ ഓർമ്മയില്ലേ? ഇന്ന് പഠിപ്പിച്ചത് ഏതാ? ഇന്ന് പഠിപ്പിച്ച പാഠം ഏതാ? ഇന്ന് മിസ് ദൽവുൻ. വെരി ഗുഡ്. ദൽവുൻ. എല്ലാരും വീട്ടില് ദൽവുൻ ഇല്ലേ? ഇന്ന് ദൽവുൻ എടുത്തിട്ട് എന്തായാലും കാണിച്ചു കൊടുക്കണം കേട്ടാ. ആർക്കാ കാണിച്ചു കൊടുക്കുന്നേ? ഉപ്പാക്ക, ഉമ്മാക്കാണോ, ഇത്താത്താക്കാണോ, ചേച്ചിക്കാണോ, അച്ഛനാണോ, അമ്മക്കാണോ? ആർക്ക് വേണേലും കാണിച്ചോ. ദൽവുൻ. എന്താ? ദൽവുൻ. എന്താ മക്കളെ? ആദിശിന്റെ വീട്ടില് ദൽവുൻ ഇല്ലെന്ന് തോന്നുന്നല്ലോ. ഉണ്ടോ? ഉണ്ടെങ്കിൽ പിന്നെ എന്താ പറയാ? എത്ര ദൽവുനുണ്ട്? ആ, എല്ലാരും വീട്ടില് 3 എണ്ണാണോ? ഓർമ്മയുണ്ടോ? ഇപ്പം ദൽവുൻ എണ്ണാൻ പോലെ ജസ്റ്റ് ഓർത്ത് പറഞ്ഞാ മതി. എന്തൊക്കെ കളർ ഉണ്ട്, എത്ര എണ്ണം ഉണ്ട് എന്ന് നെക്സ്റ്റ് ക്ലാസ്സിന് മിസ്സിന് പറഞ്ഞു തരണം കേട്ടോ. ഓക്കെ. ദൽവുൻ ഇപ്പൊ തന്നെ റെഡ് ആണോ? ഇവിടെ പിക്ചറിലും കാണുന്ന റെഡാ. ബുക്കില്, നിങ്ങളുടെ ബുക്കിൽ ഉള്ളത് റെഡ് കളറാ. ഗ്രീൻ ആണോ? ഓക്കെ, വെരി ഗുഡ്. ഓക്കെ. അപ്പോ എന്റെ മക്കൾ എന്ത് ചെയ്യണം? ഇതുവരെ പഠിച്ച പാഠങ്ങളിലെ അക്ഷരങ്ങൾ ചിഹ്നങ്ങൾ ചേർത്ത് എഴുതി പഠിക്കും വേണം, വായിച്ച് പഠിക്കണം. ഓക്കെ. അടുത്ത ക്ലാസ്സിൽ മിസ്സിന് നന്നായിട്ട് പറഞ്ഞു തരും വേണം. ഓക്കെ. ഓക്കെ അല്ലേ എല്ലാവരും? ഓക്കെ. ഇവിടെ ക്ലാസ് അതിന്റെ സമയമായി. ഓക്കെ. ദൽവിൻ വരച്ചോ? ആഹാ, ഫാത്തിമ മേഹർ വരച്ചിട്ടുണ്ടല്ലോ. ഓക്കെ. അപ്പോ ടാറ്റാ. നെക്സ്റ്റ് ക്ലാസ് കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ. ഓക്കെ.